ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ ഡെലിവറിക്ക് പോകുന്നതിന് ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളത് തന്നെയാണ്. കാരണം ആൾ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, പക്ഷേങ്കിൽ അവൾക്ക് ലീവ് കിട്ടുമെന്നോ അല്ലെങ്കിൽ കൃത്യൻ്റെ ഡെലിവറിയുടെ സമയത്ത് തന്നെ അവൾക്ക് വരാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ സമയം ഒരു 4:30-5 മണി ആയിട്ടുണ്ട്. ഞാനും 9 മണിയും കൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. മാള് വരുന്നതൊരു രാത്രിയിലൊരു 11:30 ആകും. അപ്പോൾ ചേട്ടൻ നൈറ്റ് ആയത് കാരണം പോയിട്ടുണ്ടായിരുന്നു. അവളിനെ കൂട്ടായതുകൊണ്ടിട്ട് അമ്മയും കുട്ടനും കൂടെ ആണ് പോണത്. ദീപക്കായിട്ട്, അതായത് നുന്നുൻ്റെ അച്ഛനാണ് അവരെ കൊണ്ടുപോണത്. എന്നെപ്പോലെ തന്നെ അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവളിനെ കണ്ടിട്ടൊരു 5-6 മാസം കണ്ടായിരുന്നു. ഒരു ഓണത്തിനോ ഒന്നും അവൾക്ക് വീട്ടിൽ വരാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഡ്യൂട്ടിയോ അല്ലെങ്കിൽ എക്സാം ഒക്കെ ആയിരിക്കും. അപ്പോൾ അമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിലും 1 വർഷത്തിന് ശേഷം കാണുന്നതുകൊണ്ട് എനിക്കും അവളെ എയർപോർട്ടിൽ പോയി കൂട്ടണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ വന്നതിന് ശേഷം പിന്നെ വർത്താനമായിരുന്നു. എപ്പോഴാണ് കിടന്നതെന്നൊന്നും ഒരു ഓർമ്മയില്ല. വെളുപ്പായപ്പം കണ്ട ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇത് പിറ്റേന്ന് രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് നടക്കാൻ കൊണ്ടുപോകുന്നതാണ്. കാരണം അവൾക്ക് ആകെപ്പാട് 13 ദിവസമാണ് ലീവ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് 4-ാം തീയതി, അവൾ വന്നത് 25-ാം തീയതി. അപ്പം മാക്സിമം കുറച്ച് നേരത്തെ ഡെലിവറി ആവുകയാണെങ്കിൽ അവൾക്ക് അത്രയും ദിവസം കൂടെ കുഞ്ഞിൻ്റെ കൂടത്തിൽ നിൽക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്നെ നടത്തിപ്പിക്കുകയും എക്സസൈസ് ചെയ്യിപ്പിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കൃത്യൻ്റെ ഡെലിവറി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ അവൾ വരുന്നോണ്ടിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അവൾ വന്നത് വലിയൊരു കാര്യമായെന്ന് ശരിക്കും തോന്നിയത് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ്. കാരണം എനിക്കെപ്പോഴും അവൾ ഒരു മെൻ്റൽ സപ്പോർട്ടും ഒരു ധൈര്യം തന്നെയാണ്. അമ്മയ്ക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും ആ ഒരു ഡെലിവറി ടൈമിൽ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അത്ര അടുക്കില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ നുന്നുമായിട്ട് പെട്ടെന്ന് അങ്ങ് സെറ്റായി. നുന്നുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു. മാടു എന്ന് വിളിച്ചിട്ട് ഭയങ്കര കാര്യമായിരുന്നു. നൈറ്റ് പിന്നെ ചേട്ടൻ ഓഫായതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. എനിക്കാണെങ്കിൽ ഈ ഫ്രഷ് പാലസിലെ പൊറോട്ടയും കുറുമയും ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടനാണെങ്കിൽ എന്നെ ഇച്ചിരി ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടിട്ട് കയറാനും പേടിയാണ്. പിന്നെ നമ്മളിപ്പോൾ അമ്മ കാണിക്കുന്നില്ല കണ്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ കൂടുതലും ആയിരിക്കുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വാവ ഉറങ്ങുന്ന ടൈം നോക്കിയാണ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ബൈ.